അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുമെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ടൊന്ന് കാണാം കേട്ടോ. ഇന്നത്തെ നമ്മളെ വീഡിയോ എന്താ വെച്ചാൽ വീട് പണി കേട്ടോ. നമ്മൾ വീട് പണി തുടങ്ങുകയാണ് കുറേ കാലത്തിന് ശേഷം, ഒരു അഞ്ച് വർഷത്തിന് ശേഷം വീണ്ടും തുടങ്ങുകയാണ്. നമ്മൾ വീട്ടിൽ കയറി ഇരിക്കുമ്പോൾ ഉള്ളു മാത്രം തേച്ചിക്കാണ്ട് ഈ നിലത്തുള്ള ഷീറ്റ് ഇട്ടുകാണ്ട് കയറി തേനിട്ടോ. നമ്മൾ ജനാൽക്ക് പൊളിയോ ഒന്നും ഇല്ലേനിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ കല്യാണം ഒരു വർഷം ഇതിൽ കയറി നമ്മൾ ഇരുന്നൊരു വർഷം കഴിഞ്ഞപ്പോഴാട്ടോ എൻ്റെ കല്യാണം. അപ്പോൾ നമ്മൾ ജനാലക്ക് പൊളിയും വെച്ച് പിന്നെ എന്താ പുറം തേച്ചും ചെയ്തിട്ടോ. പുറം തേച്ചിട്ടൊന്നും ഇല്ലേനിട്ടോ. അവിടെ ജനാൽക്ക് പൊളിയും വെച്ച് പിന്നെ എന്താ പറഞ്ഞാൽ പുറം തേച്ചും ചെയ്തിട്ടോ. പുറം തേച്ച് വൈറ്റ് സിമെൻറ്റ് അടിച്ചിട്ടോ. വേറെ പെയിൻ്റൊന്നും അടിച്ചില്ല, വൈറ്റ് സിമെൻറ്റും അടിച്ചിട്ട് പിന്നെ നമ്മളിപ്പോൾ അടുക്കളി നന്നാക്കിയാവും. എൻ്റെ കല്യാണത്തിന് കേട്ടോ. അടുക്കള നമ്മളൊന്നും കാട്ടില്ല, ഒരു അടുപ്പ് മാത്രം ഉണ്ടാക്കിക്കാണ്ട് അങ്ങനെ കയറിയത്. പിന്നെ സിങ്കും ഇതൊക്കെ വെച്ചിക്കാണ്ട് അങ്ങനെ പിന്നെ എൻ്റെ കല്യാണത്തിങ്ങൾക്ക് ടൈൽസൊക്കെ ഒട്ടിച്ച് കുറച്ച് ഭാഗം കേട്ടോ. ലില്ലിക്കുട്ടി ഉറങ്ങാട്ടോ, അത് പറയാനും വേണ്ടിയിട്ടാണ് പറയണം. അപ്പോൾ ഞാൻ അടുത്തൊരു കല്യാണം വന്നപ്പോഴാണ് വീണ്ടും നമ്മളെ പെരയിൽ പറഞ്ഞിട്ടോ. അപ്പോൾ നമ്മൾ അടിയിടാനൊക്കെ ഉള്ള ഒരു പ്ലാൻ ഉണ്ട്. അടിയിടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഹലോ മതി. അപ്പോൾ പ്ലാൻ ഉണ്ട്. സീലിംഗ് അടിച്ച് അന്ന് നമുക്ക് വയറിങ്ങൊക്കെ നമ്മൾ എന്തോ കൂട്ടിയാണ്ട് അങ്ങനെ കയറിക്കല്ലേ. തൽക്കാലം നമുക്കൊന്നും വേണ്ട, ഒരു ലൈറ്റും ഒരു ഫാനും മാത്രം മതി പറഞ്ഞാണ്ട് ചെയ്ത വയറിങ് കേട്ടോ. ഫാനിൻ്റെ ഉള്ളിലുള്ള ഫുള്ളും. അപ്പോൾ ഇപ്പോൾ ഒരു സീലിംഗ് അടിച്ചണം എന്നൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല, വയറിംഗ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ആഴ്ചങ്ങന്ന് ചുമര് കുത്തി പൊളിച്ച് വയറിങ് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മളെ അവസ്ഥ. അപ്പോൾ മാക്സിമം എല്ലാവരും ആദ്യം തന്നെ പേരെടുക്കുമ്പോൾ തന്നെ എന്താക്കുക, ഫുള്ളും നമ്മൾ വയറിങ്ങും പണികളൊക്കെ കഴിയണത് കടാക്കിയിട്ടെങ്കിൽ കടാക്കിയിട്ട് തീർക്കുക. നമ്മളിപ്പോഴും കടാക്കുക തന്നെ ചെയ്യണത് കേട്ടോ. അന്ന് നമ്മൾ കടാക്കണ്ട, ഉണ്ടാവുമ്പോൾ ചെയ്യാമെന്ന് കരുതി. പക്ഷേ നമുക്കൊന്നും സാധാരണക്കാർക്കൊന്നും അത്ര പെട്ടെന്ന് ഉണ്ടാവില്ല. അപ്പം എന്താ പറയുക, അപ്പോൾ വയറിങ് എല്ലാത്തിനും വയറിങ്ങൊക്കെ ചെയ്യണം നമുക്ക്. അതൊക്കെ കുറവാണ്. അന്ന് നമുക്ക് ഇത് തന്നെ ഭയങ്കര ഇനി, കാരണം ഇത് ലൈറ്റും ഫാനും കറങ്ങിയാൽ മതി നീനി വന്ന് നമുക്ക്. അപ്പോൾ അങ്ങനെ തൽക്കാലം ചെയ്ത ചെറിയൊരു വയറിങ്ങൊക്കെ ആണ്. അപ്പോൾ ഇന്ന് നമുക്ക് വയറിങ്ങിനെല്ലാം ആൾ വരുന്നുണ്ട് കേട്ടോ. വയറിങ് പറഞ്ഞാൽ കുറേ ചെയ്യാനൊന്നുമില്ല, ഒന്ന് ജസ്റ്റ് 2 പൈപ്പ് ഇടാനും വയറിടാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് ആ കാക്ക വരും, വൈകുന്നേരം വരാമെന്ന് പറഞ്ഞേക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ അങ്ങാടിയിലൊക്കെ പോയി വന്നതാട്ടോ. കലിയിലും ഞാനും ഉമ്മയും വാപ്പിയും ഐസമോളും ഞങ്ങളെ കൂടി ഇപ്പോൾ അങ്ങാടിയിലൊക്കെ പോയി 2 മണിയൊക്കെ ആയപ്പോഴാട്ടോ പെരയിലെത്തണത് കേട്ടോ. അപ്പോൾ പെരയിലെത്തണിപ്പോൾ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പണി എന്താ വെച്ചാൽ ഈ സാധനങ്ങളൊക്കെ ഈ റൂമിൽ നിന്ന് ഒഴിച്ചു കൊടുക്കണം. കാരണം ഈ വയറിങ് ചെയ്യുമ്പോൾ ഫുള്ള് പൊടി പാറുമല്ലോ. അപ്പോൾ ഞങ്ങളെ സാധനമാണ് ഈ റൂമിൽ അധികം ഉള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിക്കണം. അപ്പോൾ അത് ഒഴിക്കണതൊക്കെ കാണട്ടെ ഇന്നത്തെ നമ്മളെ പരിപാടി. അത് ഈ കട്ടിലിനൊക്കെ ഒഴിവാക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെതൽ കണ്ടോ, ചെതൽ നല്ലോണം കയറും. അപ്പോൾ ഒന്ന് അടി ഞാൻ എന്തായാലും ഇടൽ നിർബന്ധമാണ്. പിന്നെ ഈ അലമാറിനവിടുന്ന് ഒഴിച്ചണം. അലമാറിൻ്റെ നുറൂൽ ഇതാ ഫുള്ള് ബ്ലാങ്കറ്റും കുറേ ബ്ലാങ്കറ്റ് ഉണ്ട് കേട്ടോ. ഇതാ ഇതൊന്ന്, അതിൻ്റെ നുറൂൽ 3 ഉണ്ട്. പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, അത് നമ്മൾ കൊണ്ടുപോയി. പിന്നെ 2 കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുറേ ബ്ലാങ്കറ്റ് ഉണ്ട്. പണ്ട് നിലത്താണല്ലോ കിടക്കുക പോയവരെ. അപ്പോൾ വാപ്പ ഇങ്ങനെ നമ്മൾ നിലത്ത് കിടന്നപ്പോൾ അന്ന് വാപ്പ ഗൾഫിലേനിട്ടോ. അപ്പോൾ വാപ്പ അങ്ങനെ കൊണ്ടുവന്ന ബ്ലാങ്കറ്റുകൾ അതൊക്കെ കേട്ടോ നിലത്ത് വിരിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ചാക്ക് കൊണ്ടുവന്നത് കേട്ടോ. നമ്മൾ ഡ്രസ്സുകളൊക്കെ ചാക്കിലാക്കിയിട്ട് വേണം പുറത്ത് അടിപ്പണി ചെയ്യുമ്പോൾ അതൊക്കെ ഒഴിവാക്കണമല്ലോ. പിന്നെ അത് ഇവിടെ കുറേ ഉണ്ട്, അത് നമുക്ക് ഒഴിച്ചണം. ഒരിക്കൽ കഴിഞ്ഞിട്ട് ഈ അടിപ്പണിയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്രയും നമുക്ക് ഇടങ്ങേറ് വേറെ ഒന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ ഈ ഇതിൻ്റെ ഉള്ളിലുള്ള മുഴുവൻ സാധനവും എടുത്ത് പുറത്തേക്ക് ഇടണം കേട്ടോ. ഷീറ്റൊക്കെ നമ്മൾ കുറേ 5-6 വർഷമായിട്ടോ ഷീറ്റിനൊക്കെ. പിന്നെ കുട്ടികളൊന്നും അധികം ഇല്ലാത്തതിനോടാണ് ഇത് ഷീറ്റ് ഇതുവരെ നിന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ ഷീറ്റ് ആകെ കീറലൊക്കെ തുടങ്ങി. ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മളൊക്കെ ഒന്നും ഇല്ലാത്തതിനോട് ഇനി നിന്നിനത്. ഇപ്പം കുട്ടികളൊക്കെ ആയപ്പോൾ ഷീറ്റൊക്കെ കീറലൊക്കെ തുടങ്ങി. അപ്പോൾ എന്തായാലും വേണ്ടില്ല, നമുക്ക് അടിയിടാന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് കേട്ടോ നമ്മളിപ്പോൾ. അപ്പം നമുക്ക് ഫുള്ള് സാധനങ്ങളൊക്കെ പെരേന്ന് ഒഴിക്കണം. ഒരു സാധനം അകത്തുണ്ടാകാൻ പറ്റില്ലല്ലോ ഈ അടിപ്പണി ചെയ്യുമ്പോൾ. ഫുള്ള് പുറത്തേക്ക് വലിച്ചിടണം. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ഗതികേടാണ്. നമ്മൾ ഈ കുടിക്കൽ കഴിഞ്ഞിട്ട് ചെയ്യാം. കഴിയുന്നതും പെരപ്പണി കഴിഞ്ഞിട്ട് കയറുക എല്ലാവർക്കും ഒന്നും അതിന് പറ്റൂല. നമ്മൾ പാവങ്ങൾക്കൊന്നും ഇപ്പോൾ അതിന് കഴിയൂലല്ലോ. നമ്മളപ്പോൾ വിചാരിക്കുക എങ്ങനെയെങ്കിലും ഒന്ന് കയറി കിട്ടിയെങ്കിൽ എന്നാണ് അപ്പം നമ്മൾ വിചാരിക്കുക. അന്ന് ഞങ്ങൾ ഷെഡ് കെട്ടിക്കാണ്ട് അവിടെ നിന്നിനത്. അന്ന് മഴയൊക്കെ പെയ്തിട്ട് ഈ പാമ്പൊക്കെ ഷെഡിലേക്ക് കയറി വന്നപ്പോൾ നമ്മൾ ഇതിലേക്ക് വേഗം അങ്ങനെ കയറിയതാട്ടോ. പിന്നെ ഒന്നും നമ്മൾ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഒരു വർഷം 1.5 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കല്യാണം. അപ്പോൾ പിന്നെ അതിന് റെഡിയാക്കി. ഇനിയിപ്പോൾ അടുത്ത കല്യാണത്തിന് നമ്മൾ വീണ്ടും റെഡിയാക്കാൻ പോവാട്ടോ. അപ്പോൾ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ട് കേട്ടോ. അമ്മേ അത് വൈഫൈൻ്റെ വയറാട്ടോ. നമ്മളെ അതിലെങ്ങനെയാണ് വൈഫൈൻ്റെ വയറ് വരുന്നത് കേട്ടോ. അപ്പോൾ ഉമ്മ സാധനങ്ങളൊക്കെ ഒഴിച്ചാൽ തുടങ്ങിയിരിക്കണേ. അതിൻ്റെ നുറൂല് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഐസമ്മ മാറിയാ
കുറേ സാധനങ്ങൾ ഇട്ട് അതിൻ്റെ നുറൂല്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒഴിച്ചിട്ട് തുടങ്ങി. തൽക്കാലം ഇപ്പം നമ്മൾ അപ്പുറത്തെ റൂം കൊണ്ടേക്കല്ലമ്മ, തൽക്കാലം ഇപ്പോൾ അപ്പുറത്തെ റൂം കൊണ്ടേക്കട്ടോ. പിന്നെ അടിപ്പണി ചെയ്യുമ്പോൾ അത് അവിടുന്ന് മാറ്റേണ്ടി വരും കേട്ടോ. അപ്പം നമുക്ക് എടുത്ത് നേരെ പുറത്തേക്ക് ഇടാം. ഇപ്പം നമ്മൾ അവിടുന്ന് അപ്പുറത്തേക്കാണ് വെക്കണേ. ഇത് ഓട്ടല്ല കവറാ, ഡ്രസ് ഇടാൻ തന്ന കവറായിട്ട് തൽക്കാലം നീക്ക് നടക്കല്ലേ. അപ്പോൾ ഒക്കെ നമ്മൾ അപ്പുറത്തേക്ക് കൊണ്ടുപോയിട്ട് ജില്ലോട് കഴിച്ചില്ലേ, അല്ലെങ്കിൽ ഒറ്റക്ക് വേണ്ടേ? ഞാൻ അങ്ങനെ മുറിയൊക്കെ ഒറ്റക്ക് വേണ്ടി. പണിക്കാർ കൂടിയൊന്നുമില്ല. ആ ഞാൻ എന്നെ കാണുമ്പോൾ പണിക്കാർ കൂടിയല്ല. കവറുകളൊക്കെ നമുക്ക് ആവശ്യമായിട്ടോ. കാരണം ഈ സാധനം നിറക്കാൻ തുറക്കണ്ട എത്രമാനം സാധനം അതിൻ്റെ ഉള്ളിലൊക്കെ ഇടും. ഒക്കെ പഴയ സാധനങ്ങളല്ലമ്മ. എൻ്റെ എൻ്റെ കുട്ടീൻ്റെ തന്നെയോ? ആ അതൊക്കെ എൻ്റെതാ പറഞ്ഞോളിരിക്കും. ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചിട്ടോ. ഞാൻ ആ സാധനത്തിനെടുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും കൊണ്ടിടണം. അതേപോലെ അതിൻ്റെ മുകളിലൊക്കെ വൈഫൈ ഒക്കെ ഉണ്ട്. അതിനൊക്കെ ഞാൻ എന്താ ചെയ്യാന്ന് അറിയില്ല. പിന്നെ അതാ ഇതൊക്കെ ഈ സാധനം അതൊക്കെ എടുത്തിട്ട് ഇപ്പോൾ തൽക്കാലം നമ്മൾ ആ തൽക്കാലിലെ റൂമിൽ കൊണ്ടിടും. പിന്നെ അടിപ്പണി തുടങ്ങുമ്പോൾ അവിടുന്ന് മാറ്റണം കേട്ടോ. അവിടുന്ന് ഹിജൊക്കെ ഇട്ടാക്കാം. അപ്പം ഓരോ ഡ്രസ്സ് ഓരോ കുട്ടികളിട്ട് കണ്ടിരുന്നു. അപ്പോൾ അപ്പോൾ ഒക്കെ ചാക്കിലാക്കാണ്. നല്ല പണിയായിട്ട് അങ്ങക്ക് കിട്ടിയതില്ല അമ്മച്ചേ. ഇനി എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഇനി പെര കുടിയിരിക്കണോല് ആ കഴിഞ്ഞിട്ട് കുടിയിരിക്കുക. ഇത് തിരുമ്പാനുള്ളതാ. ഈ റൂമിൽ കൊണ്ടുവന്ന് നമ്മൾ എല്ലാ സാധനവും ലോഡാക്കിട്ടോ. കണ്ടോ, ഫുള്ള് ഇതൊക്കെ ആ റൂമിൽ ഉണ്ടായിരുന്നതാണ് എന്ന് തോന്നുന്നില്ല. കാരണം അതുകൊണ്ട് ഒഴിച്ചപ്പോഴേ എത്രങ്ങാനും സാധനങ്ങൾ, ആ സാധനങ്ങൾ മുഴുവൻ ഞങ്ങൾ കൊണ്ടുവന്ന് ഈ റൂമിൽ ലോഡാക്കി. ഈ റൂമിൽ നിന്ന് വീണ്ടും കൊണ്ടുപോകണം കേട്ടോ. ഈ റൂമിൽ നിന്ന് ഇവരാണ് മെയിൻ നമ്മളെ കൊണ്ടുപോകണം. ആ ആ ഒഴിച്ചിന് ആൾട്ടോ. അപ്പോൾ ബെഡിന് നമ്മൾ ഇവിടെ ആട്ടോ കൊണ്ടുവന്നിട്ടത്. തൽക്കാലം ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ ഉളുത്തൊഞ്ഞ് മാറ്റാനല്ലേ, അതിൻ്റെ ഉളുത്തൊന്ന് മാറ്റണം പുറത്തേക്ക്. അപ്പോൾ വൈഫൈന് എന്താ ചെയ്യാന്നിപ്പോൾ നമുക്കൊരു ഇത് കിട്ടണില്ല. പൈസ ഉണ്ട്. കലീലെന്ന് പറഞ്ഞാൽ കലീലിൻ്റെ ബാക്കിൽ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് റൂമത്തെ സാധനമൊക്കെ ഒഴിച്ചപ്പോൾ നമ്മളെ കാക്കെത്തിട്ടോ. വയറിങ് ചെയ്യുന്ന കാക്കെത്തിയത് ഈ കാക്ക തന്നെയാണ് കേട്ടോ. നമ്മളെ വീട് ആദ്യം ഫുള്ള് വയറിങ് ചെയ്തിരുന്നത് ഈ കാക്ക തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ കാക്കെത്തി. അപ്പോൾ വയറൊക്കെ എത്രത്തോളം, വയറും പൈപ്പൊക്കെ വാങ്ങണം, എത്രത്തോളം വാങ്ങണം എന്നൊക്കെ നോക്കാം കേട്ടോ. പേരൻ്റെ ഉള്ളൊക്കെ ആകെ കച്ചറയായി കിടക്കാം കേട്ടോ. നമുക്ക് ഈ സോഫനും കൂടി ഇവിടുന്ന് എടുത്ത് ഒഴിവാക്കണം. തൽക്കാലം ഇപ്പം നമ്മളൊക്കെ ആ റൂമിൽ കൊണ്ടുപോയി അട്ടിയിടും. അടിയിടുന്ന പണിക്കാരോട് വരുമ്പോൾ അതും ലമ്മച്ചേ ഇതും ഒക്കെ പാടെടുത്ത് എങ്ങോട്ട് പോകുമെന്നറിയില്ല. അതാണ് നമുക്ക് കുടിക്കൽ കഴിഞ്ഞാലുള്ള പ്രശ്നം. അപ്പം ആ കാക്ക പോയിട്ടോ. വന്ന് നോക്കിക്കണ്ട് ആ കാക്ക പോയിക്കണം സാധനമൊക്കെ വാങ്ങാൻ. ആ കാക്ക പിന്നെ നമ്മളിവിടെ അടുത്തുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിനെ തന്നെ ഏൽപ്പിച്ചേക്കാം. വയറും ഇതൊക്കെ പിന്നെ ആളെന്നെ വാങ്ങിക്കോളും. അപ്പോൾ ചെറിയൊരു കഷ്ണം പൈപ്പും കുറച്ച് വയറും വാങ്ങാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആള് പോയിക്കണം കേട്ടോ. അപ്പോൾ കലീലുണ്ട്. കലീലാട്ടോ ഈ വർക്ക് സീലിങ് വർക്ക് ചെയ്യണത്. അപ്പോൾ പിന്നെ ഓനും ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയിക്കണം കേട്ടോ. അപ്പോൾ ഞാനും ഈ സാധനം ഒഴിക്കൽ തന്നെയാണ്. ലമ്മച്ചേ എത്തപ്പോൾ ഇവിടെ കാട്ടാന്നപ്പോൾ വീരല്ലാത്ത. ഇനിയിപ്പോൾ അടിപ്പണി തുടങ്ങിയാൽ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാനും കഴിയൂല. അവിടെ നിന്ന് ഇനിയിപ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ പോകേണ്ടി വരും. പിന്നെ തന്നെ നമ്മൾ അടി വിരിക്കാനുള്ള ടൈലിൻ്റെ അളവെത്ര എന്നൊക്കെ നോക്കുക കേട്ടോ. അപ്പോൾ കലീലും ടൈലും പണിക്ക് പോയിന് കേട്ടോ ആദ്യം. അപ്പോൾ ഓനും കുറച്ചൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ അളക്കുക കേട്ടോ. കാര്യങ്ങളൊക്കെ എത്രത്തോളം വേണം അതൊക്കെ അളക്കുക കേട്ടോ. പിന്നെ വയറിങ് കാക്ക ഉണ്ട് കേട്ടോ. റൂമിൽ വയറിങ് ചെയ്തുകൊണ്ടൊക്കെ ഉണ്ട്. അങ്ങനെതാ പണിക്കാരൊക്കെ പോയിട്ടോ. ഇന്നത്തെ പണിക്കാർ പോയി വയറിങ്ങൊക്കെ ചെയ്ത്. അതേപോലെ ഇവിടുത്തെ ഫാൻ, ഈ റൂമിലത്തെ ഫാൻ കേടന്നിട്ടോ. അത് നമ്മളപ്പുറത്തുനിന്ന് ഊരി ഫാനിനെ കൊണ്ടുവന്ന് ഈ റൂമിൽ കുടുക്കി അങ്ങനെ കുറച്ച് പണികളൊക്കെ എടുത്ത് പോയി. അപ്പോൾ ഇനി ഈ നിലൊക്കെ ആകെ എരപ്പായി കിടക്കട്ടെ. അതൊക്കെ അടിച്ചു തരണം, തുടക്കണം. അതൊക്കെയാണ് കേട്ടോ നമ്മളെ പണി. പിന്നെ ഈ സാധനങ്ങളൊക്കെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഒതുക്കണ്ടേ, അതൊക്കെയാണ് കേട്ടോ നമ്മളെ പണി. ഇന്ന് ഇതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ ഒതുക്കണം. അതിൻ്റെ ഉള്ളിൽ ഇനി നാളെയും വരും പണിക്കാർ. അപ്പം പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കിടക്കാൻ പോയിട്ട് കാര്യമില്ലല്ലോ ഐഷ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം നമ്മൾ വീട് പണി തുടങ്ങി. നമ്മൾ സാധനങ്ങൾ ഒതുക്കാനുള്ള പണിയിലാട്ടോ. അപ്പോൾ ഇവിടെയുള്ള ഈ ബ്ലാങ്കറ്റുകൾ കുറേ ഉണ്ടല്ലോ, ഈ കാണുന്നതൊക്കെ ബ്ലാങ്കറ്റുകളാണ്. അതിനൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അതിൻ്റെ നുറുക്ക് വെക്കാന്നാണ് വിചാരിച്ചത്. എന്നാൽ പിന്നെ അടി ഇടുമ്പോഴും പ്രശ്നമല്ലല്ലോ. അടി ഇടുമ്പോഴും നമുക്ക് ഒഴിച്ചേണ്ട ആവശ്യമില്ല. അവിടെ നിന്നോളും.
നമ്മളോടെ എന്ത് പണി ഉണ്ടെങ്കിലും അത് ഏൽക്കല് മാമനാട്ടോ അല്ലേ അലിയിലെ? ആ ചീത്തട്ടലും പണിയെടുക്കാൻ എല്ലൊക്കെ കളിയിലാട്ടോ. അപ്പൊ ഇന്നും നമുക്ക് കളിയിലുള്ളത്. അപ്പൊ ഞങ്ങൾ ഒതുക്കല് തുടങ്ങിയിട്ട് അപ്പൊ ഓനോട് ഞാൻ പറയാം അതിന്റെ മുറുക്ക് വെച്ചാൽ നമുക്ക് അടിയെന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ ഓനവിടെ വിരിച്ചിട്ട് ഞാനിതിങ്ങനെ എടുത്തു കൊടുക്കും, ഓനവിടെ ഇങ്ങനെ റെഡിയാക്കി വെക്കും. ഈ ഒരു റാക്കന്നെ ഉള്ളൂ കേട്ടോ നമുക്ക്. അങ്ങനെ അതാ പിന്നെ റാക്കിൻ്റെ നുറുവിലൊക്കെ വെച്ച് തന്ന് കലിയിലും പോയിട്ടോ. പിന്നെ അത് അടിയൊക്കെ ഫുള്ളും ഞാൻ ഒതുക്കിട്ടോ. കുറേ ഉണ്ടായിട്ടോ. ഒതുക്കി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ ബാങ്ക് കൊടുത്തുട്ടോ. പിന്നെ വേഗം കുളിച്ച് നിസ്കരിച്ച് ഒക്കെ വീഡിയോ എടുക്കണം കേട്ടോ. അപ്പോൾ വാപ്പുണ്ട് അവിടെ ഓതണം കേട്ടോ. അപ്പോൾ ആ റൂം കുത്തിറന്ന് ഓതാണ്. പിന്നെ ഫുള്ള് ക്ലീൻ ആക്കിയിട്ടോ. നമ്മൾ ഈ ഓത്തും നിസ്കാരമൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അച്ചേക്ക് ഇടാനും വയ്യല്ലോ. അപ്പോൾ ഫുള്ളും പിന്നെ അടിച്ചേരിയൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടോ. അപ്പോൾ നാളെയും ഇത് തന്നെ കേട്ടോ നമ്മളെ പണി. അങ്ങനെ അത് നമ്മൾ ഇന്നത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടോ. ഇന്നത്തെ പണിയൊക്കെ നമ്മളത് കഴിഞ്ഞ് കുളിച്ച് കയറിയിട്ടാട്ടോ ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. പിന്നെ ആകെ തുടച്ച് നന്നാക്കി പിന്നെ വേഗം കുളിച്ചാൻ പോയിട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇനി നാളെ അതിനും വലിയ പണിയുണ്ട് കേട്ടോ. നാളെ ഇനി ഫുള്ള് പൊടിയും ഇതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തത് നമ്മളേതായാലും വൃത്തിയാക്കിയിട്ടോ. നാളത്തത് ഇനി എല്ലാ ദിവസവും അങ്ങനെ ആയിരിക്കൂലേ പണികൾ തുടങ്ങുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. പിന്നെ നമ്മൾ ഒന്നാമത് നിൽക്കണ പേരും കൂടി ആകുമ്പോൾ നമുക്ക് വൃത്തിയാക്കാതെ അങ്ങനെ ഇടാനും വെച്ചല്ലോ. ഇതിൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന നിസ്കാരം ഓത്തുന്നതൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ വൃത്തിയാക്കാതെ ഇടാനും വെച്ചല്ലോ. അപ്പോൾ പറ്റ കുഴങ്ങിക്കണം കേട്ടോ. രാവിലെ മുതൽ തുടങ്ങിയതാട്ടോ. അപ്പോൾ കാലൊക്കെ നല്ല കടിച്ചിട്ട്. അപ്പോൾ ഇനി വേഗം എന്തെങ്കിലുമൊക്കെ തിന്ന് കുടിച്ച് വേഗം പോയി ഉറങ്ങാട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ ബൈ.